4 ഇഞ്ച് ഒരു PVC പൈപ്പ് അത് സോക്കറ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഈ ഫ്ലോർ ട്രാപ്പ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ അടിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അടിയിൽ നിന്ന് വാർക്കടി അടിയിൽ വരുന്ന ഭാഗത്തായിരിക്കും ചിലപ്പോൾ ഒരു കണക്ഷൻ കൊടുക്കേണ്ടി തന്നെ. ഇപ്പം മുകളിൽ അതിൻ്റെ ഫ്ലോർ ഗ്രേറ്റിംഗ് വെച്ചിട്ടുണ്ടാവും. അത് വാർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വേറെ ഒരു ഇൻലെറ്റ് കൂടി അതിന് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്നിട്ട് ഫ്ലോർ ട്രാപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഒരു 1.5 ഇഞ്ചിൻ്റെ കണക്ഷൻ നമുക്ക് വേണം. അത് സാധാരണ 4 ഇഞ്ചിൻ്റെ ഈ എക്സ്റ്റൻഷനിൽ 1.5 ഇഞ്ച് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷനൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ സോക്കറ്റ് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സോക്കറ്റ് നമ്മൾ അടിച്ചു എടുത്തു. അത് ഇനി അതിൻ്റെ 4 ഇഞ്ചിൻ്റെ സോക്കറ്റ് അടിച്ചു. ഇപ്പോൾ അതിൻ്റെ 1.5 ഇഞ്ചിൻ്റെ റെഡിമെയ്ഡ് സോക്കറ്റ് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് അത് എങ്ങനെ പിടിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സോക്കറ്റ് നമ്മൾ അതിൻ്റെ ഷേപ്പിൽ നമ്മൾ കുറച്ച് മുമ്പ് മാർക്ക് ചെയ്ത് എടുത്ത് ആ പൈപ്പിൻ്റെ അടിയിൽ ഫ്ലഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് വരയിട്ട ഭാഗത്ത് നല്ല ക്ലിയറായിട്ട് അതിൻ്റെ വര നോക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നല്ല സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ശ്രദ്ധയോടുകൂടി നല്ല പ്രോപ്പറായിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടാൻ പാകത്തിന് നമ്മൾ അതിൻ്റെ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വരയിടുന്നത് സാധാരണ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ വരയിട്ടേക്കണത്. സോക്കറ്റ് അവിടെ വെച്ചിട്ട് അത് വലിയ പൈപ്പിൻ്റെയൊക്കെ ആണെങ്കിൽ ചെറിയ ഇതേ വരുള്ളൂ. അപ്പോൾ ചെറിയ പൈപ്പിൽ നിന്ന് 4 ഇഞ്ചിൽ നിന്നൊക്കെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻസൈഡിൽ നിന്നുള്ള വരയാണ് ശരിക്കും വേണ്ടത്. അപ്പോഴാണ് അത്രയും കറക്റ്റായിട്ട് കിട്ടുന്നത്. പക്ഷെ അത് നമുക്ക് എളുപ്പമല്ല അകത്തുനിന്ന് വരയിടുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരയിട്ടിട്ട് ഒരു ഏകദേശം അതിൻ്റെ ഒരു സെറ്റപ്പിൽ എടുക്കും. അപ്പോൾ പിന്നെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആ ടോപ്പായിട്ടുള്ളതിൻ്റെ പിന്നെ ഒരു സ്വല്പം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഇൻസൈഡ് കിട്ടും നമുക്ക്. ഇപ്പോൾ അത് മുകളിൽ വെച്ച് നോക്കുന്നുണ്ടോ. അപ്പോൾ അത് ആ ഷേപ്പ് നല്ല സീറ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സീറ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്ത് വെക്കാവുന്ന കണക്കിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് അതൊരു ഈ പൈപ്പിൻ്റെ ഇൻസൈഡിൽ പോകുന്ന ഒരു പീസ് 4 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തെ സൈഡിൽ ഫ്ലഷായിട്ടിരിക്കുന്ന ഒരു പീസ് അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂട്ടായിട്ട് ലെവലായിട്ട് അതിൻ്റെ മുകളിലിരിക്കും. കണ്ടോ, ആ സൈഡ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒരു ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആ ചെറിയ ഇത് കണ്ടോ, അപ്പോൾ നല്ല ക്ലിയറാക്കി അത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി ആ ഹോള് ആ സോക്കറ്റിൻ്റെ ഔട്ടർ സൈസിനുള്ള അല്ല, ഇത് ഇൻസൈഡ് കറക്റ്റ് ആക്കുവാണ്. ഇൻസൈഡിൻ്റെ സൈസിനുള്ള ഹോളാണ് അവിടെ അടിച്ചേക്കുന്നത്. അതായത് സോക്കറ്റ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങില്ല, പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഹോട്ട് എയർ മെഷീൻ്റെ ടാക്കിംഗ് നോസിലിട്ടിട്ട് നമ്മളത് ഫിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ പുറത്ത് ടാക്കി അടിച്ച് ഇങ്ങനെ പിടിപ്പിക്കും. ഇരുമ്പിൻ്റെ സാധനം നമ്മൾ ടാക്കി അടിക്കണ പോലെ നല്ല ചൂട് എയറാണ് ഇങ്ങനെ വരുന്നത്. നല്ല എന്നാലും നന്നായിട്ട് അത് ഇരുവോളൂ. അത് കറക്റ്റ് ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ കരിവൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയറായിട്ടത് നമുക്ക് അതിൻ്റെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇതിൻ്റെ അത് ശരിക്കും കൃത്യമായിട്ട് കാണാം. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ടാക്കിങ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് മാത്രമേ ഇതിന് ബലമൊന്നും ഒരിക്കലും കിട്ടില്ല. അത് ജസ്റ്റ് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിരുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അത് വെൽഡ് ചെയ്യും. അതിന് മുമ്പ് അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും പൊരുപ്പ് എന്തെങ്കിലും നമ്മൾ വെൽഡിങ് മറ്റേ ആർക്ക് വെൽഡിങ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അരിയിൽ എന്തെങ്കിലും ഇരിക്കുന്ന സാധനമൊക്കെ ക്ലീനാക്കി എടുത്ത്, അപ്പോൾ അങ്ങനെ ക്ലിയറാക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെൽഡിങ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് അതിൻ്റെ വെൽഡിങ് ഇത് അതിൻ്റെ ഫ്രണ്ടിൻ്റെ നോസിൽ നമ്മളെടുത്ത് മാറ്റുകയാണ്. അത് ടാക്കിംഗ് നോസിലാണ്. അതെടുത്ത് മാറ്റി കഴിയുമ്പോൾ ഇനി അത് ഒരു 6 mm ഒരു എൻഡാണ്. അതിൻ്റെ എൻഡിയുടെ നല്ല ചൂട് കാറ്റ് ആണ് വരുന്നത്. ആ മെഷീൻ്റെ ബാക്ക് സൈഡിൽ നമുക്കത് ചൂട് കൺട്രോൾ ചെയ്യാവുന്ന ഒരു തെർമോസ്റ്റാറ്റ് നോബുണ്ട്. അതിൽ ചൂട് നമ്മൾ പാകത്തിന് കൺട്രോൾ ചെയ്ത് എടുക്കും. ഇതിപ്പോൾ ഒരു വെൽഡിങ് റോഡാണ്, ട്രയാങ്കിൾ ടൈപ്പിലുള്ള വെൽഡിങ് റോഡ്. അതിൻ്റെ എൻഡ് നമ്മൾ ചെത്തി ഒന്ന് ഒരു ടേപ്പറാക്കി എടുക്കും. എന്നാലാണ് അത് ആദ്യത്തെ ഫസ്റ്റ് സ്ഥലം പിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലാണ് അത് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഹീറ്റ് പെട്ടെന്ന് ചൂടായിട്ട് അതിലേക്ക് ഒന്ന് ഫിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നമുക്കത് പിടിപ്പിക്കാം. ഇതിന് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം.
ഉണ്ടോ. അപ്പോൾ അതിൻ്റെ എൻഡിൽ രണ്ട് സൈഡിലും പതുക്കെ പതുക്കെ അത് നല്ല വൃത്തിയായിട്ട് ചൂടാക്കിയിട്ട് ആ സൈഡിൽ കൂടെ, അപ്പോൾ രണ്ടും ഒരേപോലെ ചൂടായിട്ട് വരും. അങ്ങനെ ചൂടാവുന്ന രീതിയിലാണ് അതിൻ്റെ നോസിൽ നമ്മൾ അതിൻ്റെ ട്രാക്ക് ചെയ്യുന്നത്. അത് തെറ്റായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് ചൂടാവില്ല, അല്ലെങ്കിൽ വെൽഡിംഗ് പാഡ് മാത്രം ചൂടാവും, അല്ലെങ്കിൽ പൈപ്പ് മാത്രം ചൂടാവും. അതുകൊണ്ട് അത് നന്നായിട്ട് ബൈൻഡായിട്ടിരിക്കില്ല. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ചൂട് നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ കോർണറിൽ രണ്ട് പൈപ്പിലും ഈ വെൽഡിംഗ് പാഡിലും ഫിക്സ് ആവുന്ന കണക്കിന് നല്ല വൃത്തിയായിട്ട് അത് കൊണ്ടുവരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. കണ്ടത് അതങ്ങനെ ചൂട് അങ്ങനെ പിടിച്ചിട്ട് അത് മുകളിൽ നിന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴാണ് അത് നല്ല ചേർച്ചയായിട്ട് അവിടെ ഇരിക്കും. കണ്ടപ്പോൾ അത് ജോയിൻ്റ് വന്ന് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ ഒരു നൈഫ് കൊണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് എടുത്തിട്ട് അതിൻ്റെ നന്നായിട്ട് കണ്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ നല്ല നീറ്റായിട്ട് ആ സാധനം നമുക്ക് കിട്ടും. അത് ഇങ്ങനെയാണ് ഈ സാധനം കിട്ടിയത്. സോക്കറ്റ് അടിക്കുന്ന നല്ല ഓയിലിൽ അങ്ങനെയുള്ള സാധനം ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇത് കറക്റ്റ് അളവിൽ ഓയിൽ നിറച്ച് അത് ചൂടാക്കി മുക്കിയിട്ട് ഒരു ഡയൽ വെച്ചിട്ടാണ് സോക്കറ്റൊക്കെ അടിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ആ സാധനം ഫിറ്റായി വന്നു. ഈ സോക്കറ്റുള്ള സൈഡ് വാർക്കയുടെ മുകളിൽ നിന്ന് ഈ ട്രാപ്പ് മറ്റേ ഗ്രേറ്റിങ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന പീസ് ഉണ്ടാവും. അത് വെറുതെ വാർക്കയുടെ സമയത്ത് വെറുതെ ഇട്ട് വയ്ക്കുള്ളൂ. അത് പിന്നീട് പ്ലംബിംഗ് വർക്ക് നടക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഫ്ലോർ ടാപ്പൊക്കെ വെച്ച് പോകുന്നത്. അപ്പോൾ ഫ്ലോർ ടാപ്പ് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് ഇൻലെറ്റ് വേറൊരു കണക്ഷനോടെ അതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് കൊടുക്കേണ്ടതായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ ഇത് ഫിക്സ് ചെയ്ത് പോകും. ഫ്ലോർ ടാപ്പിലേക്കുള്ള 3 കണക്ഷൻ സാധാരണ 3 കണക്ഷൻ ഉണ്ടാവാറുണ്ട്. അത് കൂടാണ്ടുള്ള കണക്ഷൻ വരുമ്പോഴേക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇത് നല്ല ഇതാണ് അതിൻ്റെ ഇത് സുപ്രീമിൻ്റെ നല്ല 6 ഗേജ് ഗ്രേഡുള്ള പൈപ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്.